ദൈവാനുഗ്രഹങ്ങളുടെ ശരിയായ ബോധം. 1 തിമോഥെയോസ് 4:4 എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്. ഭക്തി എന്ന പേരിൽ തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ശക്തിയുടെ രൂപമുണ്ടായിരിക്കും, പക്ഷേ അവരിൽ ദൈവബോധം ഉണ്ടാകുകയില്ല. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായിരിക്കുന്നു. അതായത് അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ആത്മീയ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തെ മറികടന്ന് സ്വന്തം ആചാരങ്ങളും നിയന്ത്രണങ്ങളും ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്നു. അവർ വിവാഹം വിലക്കുന്നു. ചില ഭക്ഷണങ്ങൾ വെടിയണമെന്നും അവർ കൽപ്പിക്കുന്നു. ഇത് ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ മനുഷ്യൻ ഇടപെടുന്ന പ്രവൃത്തിയാണ്. ദൈവം നമുക്കായി സൃഷ്ടിച്ചതെല്ലാം നല്ലതും അനുഗ്രഹീതവുമാണ്. മനുഷ്യൻ അതിൽ നിയമങ്ങൾ ചുമത്തുമ്പോൾ ദൈവത്തിൻ്റെ കൃപയെ ചെറുതായി കാണുന്നു. ദൈവം സൃഷ്ടിച്ചതിനെയെല്ലാം നന്ദിയോടെ സ്വീകരിക്കേണ്ടതാണ്. ഭക്ഷണം, കുടുംബം, ജീവിതം, സമയം തുടങ്ങിയവയെല്ലാം നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവവചനവും പ്രാർത്ഥനയും വിശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളാണ്. ഉദാഹരണമായി, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നാം പ്രാർത്ഥിക്കുന്നത് വെറുമൊരു ആചാരമല്ല, അത് ദൈവം തന്നതാണെന്നും ദൈവം അത് വിശുദ്ധീകരിക്കുമെന്നും സമ്മതിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, ഭക്തി എന്നത് മനുഷ്യ നിയമങ്ങൾ പാലിക്കലല്ല, ദൈവകൃപയിൽ നന്ദിയോടെ ജീവിക്കുന്ന ജീവിതമാണ്.